ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബൈബിൾ ഇൻ എ ഇയർ അമേരിക്കയിൽ തരംഗം സൃഷ്ടിച്ച ഒരു കത്തോലിക് പ്രോഗ്രാമിന്റെ പേരാണ് ബൈബിൾ ഇൻ എ ഇയർ. ഫാദർ മൈക്ക് ഷ്മിറ്റ്സ് നേതൃത്വം നൽകിയ ആ പ്രോഗ്രാമിന് അന്ന് പങ്കെടുത്തത് ലക്ഷക്കണക്കിന് ആളുകളാണ്. ദൈവവിശ്വാസം കുറഞ്ഞു തുടങ്ങിയ അമേരിക്കയിലെ ജനങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഒരു പുത്തൻ സൂര്യോദയമായിരുന്നു ഈ പ്രോഗ്രാം. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയെ അമേരിക്കൻ ജനത തെരഞ്ഞെടുത്തതിന് പിന്നിൽ വർദ്ധിച്ചുയർന്ന ദൈവവിശ്വാസം വഹിച്ച പങ്ക് വളരെ വലുതാണ്. അതിന് കാരണം എന്ന് പറയുന്നത് അമേരിക്കൻ ജനതകൾക്കിടയിൽ തരംഗം സൃഷ്ടിച്ച ബൈബിൾ ഇൻ എ ഇയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമേരിക്കയുടെ മണ്ണിൽ ഇറങ്ങിയ ആ വചനത്തിന്റെ അഭിഷേക കൊടുങ്കാറ്റ് 2025 ആഞ്ഞടിക്കുവാൻ പോകുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. അമേരിക്കയുടെ മണ്ണിൽ വചനത്തിന്റെ അഭിഷേക മഴ ഒരുക്കിയ ബൈബിൾ ഇൻ എ ഇയർ എന്ന പ്രോഗ്രാം മലയാളത്തിൽ നമ്മുടെ ഡാനിയേൽ അച്ഛന്റെ നാവിലൂടെ കേൾക്കുവാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് ഡാനിയേൽ അച്ഛൻ നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് ആണ്. ബൈബിൾ ഇൻ എ ഇയർ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് ഒരു സാധാരണ വിശ്വാസി എന്ന നിലയിൽ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെച്ചു പോകുന്നത്. വെൽക്കം ടു ദ വീഡിയോ. മൈ നെയിം ഇസ് നോയൽ പറുദീസ. 2025 നമ്മൾ എടുക്കേണ്ട ഒരു ഉടമ്പടിയാണ് ബൈബിൾ ഇൻ എ ഇയർ. ഇത് പറയുവാൻ എനിക്കൊരു കാരണമുണ്ട്. പക്ഷെ അത് പറയുന്നതിന് മുമ്പായിട്ട് ബൈബിൾ എങ്ങനെ വായിച്ച് പൂർത്തിയാക്കാം എന്നതിനെക്കുറിച്ച് ഒരു 7 ടിപ്സ് അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏത് ബൈബിൾ ഉപയോഗിക്കണം, ഏത് ബുക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന മുറി നമ്മൾ എങ്ങനെയാണ് അതിനുവേണ്ടി സജ്ജീകരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിക്കുന്ന 7 ടിപ്സ് ആണ് ഞാൻ അതിൽ പങ്കുവച്ചിട്ടുള്ളത്. ഓക്കെ, കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളിൽ 98% കുടുംബങ്ങളിലും ഒരു ബൈബിൾ നിർബന്ധമായി ഉണ്ടാകും. ഇനി 2 ബൈബിൾ ഉള്ളത് ഏകദേശം 71% ഭവനങ്ങളിലാണ്. പക്ഷേ 7% ആളുകൾ മാത്രമാണ് ബൈബിൾ പൂർണ്ണമായും വായിച്ചിട്ടുള്ളത്. അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ കൃപാസനം ഉടമ്പടി എടുത്തവർ ഇതിനേക്കാൾ അധികമാണ്. എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. സാമ്പത്തിക പ്രശ്നം, ശാരീരിക പ്രശ്നം, ആത്മീയ പ്രശ്നം, ഭൗതിക പ്രശ്നം, അങ്ങനെ പ്രശ്നങ്ങൾ ഒത്തിരി നീളുകയാണ്. എല്ലാവർക്കും പരിഹാരവും ആവശ്യമാണ്. എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുവാൻ കഴിയുന്ന ദൈവവചനം വായിക്കുവാനായിട്ട് പലർക്കും സമയമില്ല. ഇതുകൊണ്ടാണ് ബൈബിൾ ഇൻ എ ഇയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ എടുക്കേണ്ട ഒരു ഉടമ്പടിയാണ് എന്ന് ഞാൻ പറയുവാൻ കാരണം. എന്താണ് ഡാനിയേൽ അച്ഛൻ നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന് പറയുന്ന പ്രോഗ്രാം? സിമ്പിളായി പറഞ്ഞാൽ 73 പുസ്തകങ്ങളുള്ള ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ വായിച്ച് പൂർത്തിയാക്കുന്ന, 1 വർഷം കൊണ്ട് വായിച്ച് പൂർത്തിയാക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. അതായത് ഡാനിയേൽ അച്ഛൻ തന്നെയാണ് ഈ ബൈബിൾ മുഴുവൻ വായിക്കുന്നത്. നമ്മൾ അത് കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി. ഇനി ഇത് വെറുതെ വായിക്കുകയല്ല ചെയ്യുന്നത്. ഒരു ദിവസം അച്ഛൻ വായിക്കുന്നത് ഒന്നെങ്കിൽ 1, 2, ചിലപ്പോൾ 3 അധ്യായങ്ങൾ വരെ ആയിരിക്കും വായിക്കുക. ഈ വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു സങ്കീർത്തനം കൂടെ, അല്ലെങ്കിൽ ഒരു പ്രഭാഷകന്റെ പുസ്തകം, അല്ലെങ്കിൽ സുഭാഷണങ്ങളുടെ ഏതെങ്കിലും ഒരു പുസ്തകം കൂടെ വായിക്കും. അതിന്റെ ഒപ്പം അച്ഛൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരും. നമ്മൾ ഈ വായിച്ചു വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു തരും. അതിന്റെ അവസാനം അച്ഛൻ ഒരു പ്രാർത്ഥന നമ്മൾക്ക് വേണ്ടി അർപ്പിക്കും. ഇതാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത്. ഇതിന്റെ സമയദൈർഘ്യം എന്ന് പറയുന്നത് ഒരു ദിവസം 20 അല്ലെങ്കിൽ 25 മാക്സിമം, അത്രയും സമയപരിധിക്കുള്ളിൽ നിർത്തിക്കൊണ്ടാണ് ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം മുമ്പോട്ട് പോകുന്നത്. ഒരു ദിവസം 25 മിനിറ്റ് വീതം, വർഷത്തിൽ 365 ദിവസം പൂർണ്ണമായി നമ്മൾ വായിക്കുമ്പോൾ 2025 എന്ന് പറയുന്ന വർഷം നമ്മൾ പൂർത്തിയാക്കുമ്പോൾ ബൈബിളും നമ്മൾ വായിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ടാവും. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ വായിച്ച് പൂർത്തിയാക്കുവാൻ പ്രയാസമുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് അത് വിശുദ്ധ ബൈബിളാണ്. കാരണം പിശാച് ഇതിനെ ഏറ്റവും അധികം വെറുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. മടി, ഉറക്കം, അലസത, വഴക്ക്, പിരിമുറുക്കങ്ങൾ, ടെൻഷൻ, ഇതൊക്കെ കൊണ്ട് തന്നെ ബൈബിൾ വായന പലരുടെയും പാതി വഴിയിൽ നിന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇതിനൊരു പരിഹാരമുണ്ട്. കാരണം പ്രശസ്ത ബൈബിൾ പണ്ഡിതനായ ജെഫ് കെവിൻസൺ വികസിപ്പിച്ചെടുത്ത ദ ഗ്രേറ്റ് ബൈബിൾ അഡ്വഞ്ചർ ടൈം ലൈൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബൈബിൾ വായന പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ? നമ്മുടെ ഡാനിയേൽ അച്ഛന്റെ വാക്കുകൾ എടുത്ത് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, സാധാരണ നിങ്ങൾ ബൈബിൾ വായിക്കുവാൻ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഉൽപ്പത്തി പുസ്തകം വായിക്കും. അതിനുശേഷം നിങ്ങൾ പുറപ്പാടിന്റെ പുസ്തകം വായിക്കും. ലേവ്യരുടെ പുസ്തകം എത്തുമ്പോഴേക്കും നമ്മളുടെ ബൈബിൾ വായന ഏകദേശം ഒരു തീരുമാനം എത്തിയിട്ടുണ്ടാകും. പൂർത്തിയാക്കുവാൻ സാധിക്കാതെ പലരും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാകും. കാരണം ലേവ്യരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചില ആരാധനാ ക്രമങ്ങളും ആരാധനാ രീതികളും ഒക്കെ നമ്മൾ വായിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന ചില ആശയക്കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുവാൻ നമ്മളുടെ മനസ്സിന് സാധിക്കാത്ത ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മളുടെ ബൈബിൾ വായന നിന്നു പോകുന്ന പലരും ഉണ്ട്. ഇവിടെയാണ് ഈ വായനാ പദ്ധതിയുടെ പ്രസക്തി വരുന്നത്. കാരണം നമ്മൾ ഒരിക്കലും ബൈബിൾ വായിക്കുന്നത് ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം ആ ഒരു ക്രമത്തിലല്ല നമ്മളിവിടെ വായിച്ചു പോകുന്നത്.
പ്രശസ്ത ബൈബിൾ പണ്ഡിതനായ ജെഫ് കെവിൻസൺ വികസിപ്പിച്ചെടുത്ത ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ബൈബിൾ വായന പൂർത്തിയാക്കുന്നത്. ബൈബിളിലെ 73 ഗ്രന്ഥങ്ങളും നമ്മൾ വായിക്കുന്നത് ഈ ഒരു ടൈം ലൈൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. ഇവിടെ നമ്മൾ ബൈബിൾ വായിക്കാൻ ശ്രമിക്കുന്നത് ഈ 73 ഗ്രന്ഥങ്ങളെയും 14 ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടാണ്. അതായത് ഒരിക്കലെങ്കിലും ബൈബിൾ നിങ്ങൾ പൂർണ്ണമായിട്ടും വായിച്ചിട്ടുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ചില കഥകൾ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങൾ ചില പുസ്തകങ്ങളിൽ ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരേ കാലഘട്ടത്തിൽ നടന്ന ഒരേ സംഭവം തന്നെ 2 പുസ്തകങ്ങളിലായിട്ട് നമുക്ക് തനിയെ ആവർത്തിച്ച് വായിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതിന് കാരണം എന്ന് പറയുന്നത് ഒരേ സംഭവം ഒരേ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ് എങ്കിലും ഇത് 2 പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ ഉപയോഗിച്ച് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ചരിത്രത്തിൽ നടന്ന അതേ സംഭവങ്ങളുടെ ക്രമത്തിലാണ് നമ്മൾ ബൈബിൾ വായിച്ച് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ദാവീദ് രാജാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പല പുസ്തകങ്ങളിൽ കിടക്കുന്നത് നമ്മൾ ഒരേ ക്രമത്തിൽ വായിച്ചു പോകുമ്പോൾ ദാവീദ് രാജാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളുടെ തുടർച്ച നമുക്ക് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ സംഭവങ്ങളുടെ തുടർച്ച എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നോക്കാം. അതായത് ബൈബിളിലെ 73 പുസ്തകങ്ങളെ 14 ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ ഈ ടൈം ലൈൻ നോക്കുന്നത്. അതായത് ഈ ടൈം ലൈനിലെ ആദ്യത്തെ ഘട്ടം അല്ലെങ്കിൽ ആദ്യത്തെ ബ്ലോക്ക് എന്ന് വരുന്നത് 2 ഘട്ടങ്ങളായിട്ടാണ് ഉൽപ്പത്തി പുസ്തകങ്ങളെ വേർതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് പുരാതന ലോകം, അതായത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ 11 ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഇനി രണ്ടാമത്തത് പൂർവ്വപിതാക്കന്മാർ എന്ന് പറയുന്ന ഒരു ഹെഡിലാണ്, ഒരു ബ്ലോക്കിലാണ് വരുന്നത്. ഇത് ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനത്തെ 39 അധ്യായങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി അതിനുശേഷം വരുന്ന പുറപ്പാടും ലേവ്യറും ഒറ്റ ബ്ലോക്കിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതാണ് മൂന്നാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത്. ഈജിപ്തും പുറപ്പാടും, ഇതാണ് മൂന്നാമത്തെ ബ്ലോക്ക്. ഇനി 4ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് മരുഭൂമിയിലെ അലച്ചിലുകൾ എന്ന് പറയുന്നതാണ്. സംഖ്യയും നിയമാവർത്തനവുമാണ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത്. ഇവിടം വരെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഏകദേശം 80 ദിവസം നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ബൈബിൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നിട്ടുണ്ടാകും. ഇത്രയും ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ബൈബിൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇത് സർവൈവ് ചെയ്യാൻ നിങ്ങൾക്ക് കെൽപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ ബൈബിൾ വായന പൂർത്തിയാക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ട് എന്നാണ്. 5ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ദേശം കീഴടക്കലും ന്യായാധിപന്മാരും എന്ന് പറയുന്നതാണ്. ജോഷുവയുടെ പുസ്തകം, ന്യായാധിപന്മാർ, റൂത്ത്, പിന്നെ സാമുവലിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ കുറച്ച് അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ ഭരണരീതികളും ഭരണമാറ്റങ്ങളും ദൈവത്തിന്റെ ഇടപെടലുമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഈ 5 ഘട്ടം നമ്മൾ വായിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഹീറോ, നമ്മുടെ ഈശോയെ കുറിച്ചുള്ള മനുഷ്യാവതാര രഹസ്യങ്ങൾ കുറച്ച് നമ്മൾ വായിക്കും. കാരണം ഈ ആദ്യത്തെ 5 ഘട്ടം നമ്മൾ വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് വലിയ നോമ്പ് കാലത്തായിരിക്കും. അതുകൊണ്ട് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ സംബന്ധിക്കുന്ന യേശുവിന്റെ മനുഷ്യാവതാര രഹസ്യങ്ങളാണ് നമ്മൾ ആ സമയത്ത് വായിക്കുന്നത്. ഇതിനെ പറയുന്നത് മിശിഹായിലേക്കുള്ള പരിശോധന മുനമ്പെന്നാണ്. 6ാമത്തത് രാജകീയ ജനം. ഏകദേശം 105 ദിവസങ്ങൾ ബൈബിൾ നമ്മൾ വായിച്ച് പൂർത്തിയാക്കുമ്പോഴാണ് ഇസ്രായേലിന്റെ രാജവാഴ്ചയുടെ കാലത്തെക്കുറിച്ച് നമ്മൾ വായിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നത്. 1-2 സാമുവൽ, അതുകൂടാതെ 1-2 ദിനവൃത്താന്തം, 1 രാജാക്കന്മാർ, സഭാപ്രസംഗകൻ എന്നീ പുസ്തകങ്ങൾ നല്ല വൃത്തിക്ക് നമുക്ക് ഇവിടെ വായിച്ച് പൂർത്തിയാക്കുവാൻ സാധിക്കും. ഈ 6ാമത്തെ ഘട്ടം വായിച്ച് പൂർത്തിയാക്കുമ്പോൾ പിന്നെയും നമ്മൾ സുവിശേഷത്തിലേക്ക് തിരികെ പോകും. ഇത് പറയുന്നത് മിശിഹായിലേക്കുള്ള പരിശോധന മുനമ്പെന്നാണ്. ഇത്രയും വായിച്ച് പൂർത്തിയാകുമ്പോഴേക്കും നമ്മൾ ഏകദേശം ജൂൺ മാസത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകും. അതായത് 6ാമത്തെ ഘട്ടത്തിന് മുൻപും 6ാമത്തെ ഘട്ടത്തിന് ശേഷവും മിശിഹായിലേക്കുള്ള പരിശോധന മുനമ്പ് എന്ന് പറയുന്ന ഒരു ഘട്ടം നമ്മൾ വായിക്കേണ്ടതുണ്ട്. അത് സുവിശേഷങ്ങൾ തന്നെയാണ്. ഇനി 7ാമത്തത് വിഭക്ത രാജ്യം. അതായത് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ രാജഭരണത്തിന്റെയും ജനത്തിന്റെയും തകർച്ചയാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. 1-2 രാജാക്കന്മാർ, 2 ദിനവൃത്താന്തം, ഹോസിയ, ആമോസ്, മിക്ക എന്നീ ഗ്രന്ഥങ്ങളാണ് നമ്മൾ വായിച്ച് മുമ്പോട്ട് പോകുന്നത്. 8ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പ്രവാസം. ഈ ബൈബിൾ ടൈം ലൈനിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഈ പ്രവാസത്തെ സൂചിപ്പിക്കുന്നതാണ്. പ്രവാസത്തെ ഈ ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. രാജാക്കന്മാരുടെ കാലഘട്ടത്തിന് ശേഷം ദൈവം തന്റെ പ്രവാചകന്മാരിലൂടെ സംസാരിച്ച മുന്നറിയിപ്പുകളും പ്രവചനങ്ങളും അതിശക്തമായ രീതിയിൽ നമുക്കിവിടെ വായിക്കുവാൻ സാധിക്കും. ഏകദേശം 73 ദിവസത്തോളം നമ്മൾ ഈ ബ്ലോക്ക് നമ്മൾ വായിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. 2 രാജാക്കന്മാർ, 2 ദിനവൃത്താന്തം, ഏശയ്യ, തോബിത്ത്, ജോയേൽ, നാഹൂം, ഹബക്കുക്ക്, സെഫാനിയ, ബാറൂക്ക്, എസക്കിയേൽ, ജെറമിയ, ദാനിയേൽ, യൂദിത്ത്, വിലാപങ്ങൾ, ഒബാദിയ, ഇത്രയും പുസ്തകങ്ങളാണ് നമ്മൾ ഇവിടെ വായിച്ച് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. വീണ്ടും നമ്മൾ മിശിഹായിലേക്കുള്ള പരിശോധന മുനമ്പ് അവിടെ വായിക്കും. അത് ഈശോയുടെ രക്ഷാകര പദ്ധതിയെക്കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിലിംഗ് നമ്മളവിടെ വായിച്ച് ഒന്ന് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. 9ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് മടക്കയാത്രയാണ്. അതായത് പ്രവാസത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ തിരിച്ചുവരവ്, ഒരു മടക്കയാത്രയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്.
ഇവിടെ നിന്ന് ബൈബിൾ വായന വളരെ വേഗത്തിലായിരിക്കും മുമ്പോട്ട് പോകുക. കാരണം ഇനി ഒരു 100 ദിവസത്തിനുള്ളിൽ നമ്മളുടെ ബൈബിൾ വായന അവസാനിക്കും. എസ്ര, നെഹമിയ, ഹഗ്ഗായി, സക്കറിയ, എസ്തേർ, മലാക്കി എന്നീ പുസ്തകങ്ങളാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഈ മടക്കയാത്രയിൽ ഈ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കഥകളാണ് അല്ലെങ്കിൽ കാര്യങ്ങളാണ് നമ്മൾ വായിച്ച് മുമ്പോട്ട് പോകുന്നത്. 10ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് മക്കബായ വിപ്ലവം. ഇസ്രായേലിന്റെ ചെറുത്തുനിൽപ്പിന്റെ ചരിത്രവും അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന കിരാതനായ ഭരണാധികാരിയുടെയും രക്തച്ചൊരിച്ചിലിന്റെയും ഒക്കെ ചരിത്രമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വയലൻസ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഈ മക്കബായി വിപ്ലവ കാലഘട്ടത്തിലാണ് ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വയലൻസുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ മക്കബായരുടെ 1ഉം 2ഉം പുസ്തകങ്ങൾ, പ്രഭാഷകൻ, ജ്ഞാനം തുടങ്ങിയ പുസ്തകങ്ങളാണ് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കവർ ചെയ്ത് അത് വായിച്ച് മുമ്പോട്ട് പോകുന്നത്. 11ാമത്തത് മിശിഹ യുഗ പൂർത്തീകരണം. അതായത് നമ്മൾ ഇടക്ക് മിശിഹായുടെ മുനമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ചെറിയ പോർഷൻസ് വായിച്ച് സുവിശേഷങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പൂർത്തീകരണ ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ്. കാരണം ലൂക്കാസ് സുവിശേഷത്തിലെ ഈശോയുടെ രക്ഷാകര പദ്ധതികൾ, മനുഷ്യാവതാരത്തിന്റെ ചരിത്രം, ഇതെല്ലാം നമ്മുടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു ഭാഗത്താണ് അത് വന്ന് അവസാനിക്കുന്നത്. 12ാമത്തതും ഏറ്റവും അവസാനത്തേതുമായ ബ്ലോക്ക് എന്ന് പറയുന്നത് തിരുസഭയാണ്. അതായത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ മുതൽ വെളിപാട് വരെ നീണ്ടു കിടക്കുന്ന പുസ്തകങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കുന്നത് ഇവിടെയാണ്. ആദ്യകാലത്തെ നമ്മുടെ അപ്പോസ്തലന്മാരുടെയും സഭയുടെയും ചരിത്ര കാര്യങ്ങളും അതുകൂടാതെ നമ്മളുടെ അപ്പോസ്തലന്മാർ എഴുതിയിട്ടുള്ള ലേഖനങ്ങളും ഇതെല്ലാം നമ്മൾ ഈ ഒരു ഘട്ടത്തിലാണ് വായിച്ച് മുമ്പോട്ട് പോകുന്നതും പൂർത്തിയാക്കുന്നതും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ സങ്കീർത്തനങ്ങളും സുഭാഷിതങ്ങളും പറഞ്ഞിട്ടില്ല. കാര്യം നമ്മൾ ഈ വായിച്ചു പോരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഓരോ ദിവസവും ഓരോ സങ്കീർത്തനങ്ങളും അതിനുശേഷം ഓരോ സുഭാഷിതങ്ങളുടെ പുസ്തകങ്ങളും വായിച്ച് മുമ്പോട്ട് പോരുന്നത് കൊണ്ട് ഇതിനിടയിൽ തന്നെ ഈ പുസ്തകങ്ങളും കവർ ചെയ്തു പോരും. ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഒറ്റ സംഭവമാക്കി കോർത്തിണക്കിയ ഒരു കഥ പോലെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ബൈബിൾ ടൈം ലൈൻ ഇത്ര കൃത്യമായിട്ട് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. ട്രസ്റ്റ് മീ, ഈ വായനാ പദ്ധതിയിൽ നിങ്ങൾ പങ്കെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുത്തൻ വാതിലുകൾ തുറന്നു വരുന്നത് നിങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു ദിവസം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. ഇതൊരു പോഡ്കാസ്റ്റ് പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ ഈ ബൈബിൾ മുഴുവൻ നമുക്ക് വേണ്ടി വായിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡാനിയേൽ അച്ഛനാണ്. അച്ഛൻ തന്നെയാണ് ഈ ബൈബിൾ വായിക്കുന്നതും ഇതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും എല്ലാം തന്നെയും. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജോലി എന്ന് പറയുന്നത് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അച്ഛൻ ഇതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടി ഈ തരുന്ന സന്ദേശങ്ങൾ കൃത്യമായി സ്വീകരിക്കുന്നതിന് നമ്മൾ ഒരു പണിയും ആ സമയത്ത് ചെയ്യരുത്. കറിക്കരിഞ്ഞുകൊണ്ടോ TV കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത്. നമ്മൾക്ക് വേണ്ടിയിട്ടൊരു ബൈബിള്, ഒരു പേന, ഒരു ബുക്ക്, ഇതൊക്കെ നമ്മൾ കരുതി നമ്മൾ അടുത്ത് തന്നെ വെക്കണം. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ട് മനസ്സിലാക്കുന്ന നമ്മൾക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കുറിച്ചു വെക്കണം. ബൈബിള് അടയാളപ്പെടുത്തി വെക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട നമ്മളുടെ ജോലിയാണ്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസത്തിന്റെ 20 മിനിറ്റ് നമ്മൾ മാറ്റി വയ്ക്കണം. നമ്മളുടെ ദിവസത്തിന്റെ ദശാംശം എന്നോണം ഒരു 20 മിനിറ്റ് നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് ഇതിൽ പങ്കുചേരണം. നിങ്ങൾക്കറിയാമോ, ലക്ഷക്കണക്കിന് അമേരിക്കയിലുള്ള ആളുകൾ ഈ ഒരു പ്രോഗ്രാമിന് ശേഷം ഇതിന്റെ ഫാൻസായി മാറിയിട്ടുണ്ട്. അമേരിക്കയിൽ തുടങ്ങിവെച്ച ഈ ഒരു പ്രോഗ്രാം ലക്ഷക്കണക്കിന് ആളുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പല ഭാഷകളിലുള്ള ആളുകൾ ഇത് കിട്ടുവാനായിട്ട് കൊതിക്കുന്ന ഒരു സന്ദർഭം ഇന്നും നടക്കുന്നുണ്ട് ലോകത്തിൽ പലരും തങ്ങളുടെ മാതൃഭാഷയിൽ ഈ ഒരു പ്രോഗ്രാം കിട്ടുവാനായിട്ട് കൊതിക്കുമ്പോൾ ദൈവം നമുക്ക് വലിയൊരു അവസരം ഇപ്പോൾ നൽകുകയാണ്. നമ്മളുടെ മാതൃഭാഷയിൽ മലയാളത്തിൽ നമ്മൾക്കിത് കിട്ടുകയും നമ്മൾക്കത് മനസ്സിലാക്കുവാൻ പറ്റുന്ന വിധത്തിൽ അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മുമ്പ് അവതരിപ്പിക്കുവാൻ സാധിക്കുന്ന നമ്മുടെ ഡാനിയേൽ തന്നെയാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട ഒരു ന്യൂസ്, CBN ന്യൂസിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അതായത് അമേരിക്കയിൽ ബൈബിൾ വായിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായിട്ട് ഉയരുന്നു എന്നുള്ളത്. അതുകൂടാതെ അമേരിക്കയിലെ ബൈബിൾ വിൽപ്പന എന്ന് പറയുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് റെക്കോർഡ് വിൽപ്പനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രത്തോളം ബൈബിളിനോടുള്ള താല്പര്യം ആളുകളിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇനിയും അനേകം ആളുകൾ ദൈവത്തെ അറിയുവാനും മനസ്സിലാക്കാനുമുണ്ട്. പക്ഷെ ഈ മാറ്റം നമ്മളിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങണം. കാരണം ബൈബിൾ ഒരു തവണയെങ്കിലും പൂർണ്ണമായും വായിക്കുവാൻ സാധിക്കാത്ത അനേകം ആളുകൾ നമ്മൾക്കിടയിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. എങ്കിൽ മാത്രമാണ് മറ്റുള്ളവർക്കും ഇതൊരു അവസരം ലഭിക്കുകയുള്ളൂ. എന്തായാലും ഞാനും എൻ്റെ വൈഫും ഇതിനു വേണ്ടി പ്രിപ്പയർ ആയി തുടങ്ങിക്കഴിഞ്ഞു. എൻ്റെ ബൈബിള്, ബുക്ക്, പേന ഇതെല്ലാം ഇതിനു വേണ്ടി ഞാൻ ഒരുക്കി വെച്ച് കഴിഞ്ഞു. ഈ അവസരം നിങ്ങൾ ഒരു കാരണവശാലും മിസ്സാക്കരുത്. കാരണം 2025 എന്ന് പറയുന്ന വർഷം കേരളത്തിൽ മുഴുവൻ ആളുകളും ബൈബിൾ വായിച്ച് ഉണർവ് പ്രാപിക്കുന്ന ഒരു അനുഗ്രഹ വർഷമാണ്. ആ അനുഗ്രഹത്തിൽ പങ്കുചേരാതെ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത്. ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. കാരണം ഈ പേരുകൾ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ബൈബിൾ വായിച്ച് പൂർത്തിയാക്കുന്നതോടെ നമ്മുടെ ഡാനിയേച്ചിന്റെ കയ്യൊപ്പോടെ ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്.
പക്ഷേ അത് പേര് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് ലഭിക്കുക. 2025 എന്ന് പറയുന്ന വർഷം ബൈബിൾ വായിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരുങ്ങാം. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.